മലങ്കര സഭയുടെ ധ്യാനയോഗങ്ങളിലും കൺവെൻഷനുകളിലും മറ്റ് സഭകളിലെയും സമുദായങ്ങളിലെയും പുരോഹിതന്മാരെയും അൽമായരെയും ഒക്കെ വിളിച്ചു കയറ്റി പ്രസംഗിപ്പിക്കുകയും ക്ലാസ് എടുപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായി ധാരാളം കണ്ടുവരുന്നു. അതിന്റെ സംഘാടകർക്കൊക്കെ ഒരു അവാർഡ് കൊടുക്കണം. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഈ അറിവുകളും പരിശുദ്ധാത്മ നൽവരവും ഇല്ലാത്തോണ്ടാണോ എന്നറിയില്ല, ഇവിടെ നിന്ന് ചാടിപ്പോയി തട്ടിക്കൂട്ടിയ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് ആളെ കൊണ്ടുവന്ന് ധ്യാനിപ്പിക്കുന്നതും പ്രസംഗിപ്പിക്കുന്നതും. ഒന്നിക്കൽ അതിനൊക്കെ കൽപ്പനയിലൂടെ ദേവലോകത്ത് നിന്ന് അനുവാദം കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ളവരെ ഒന്നും ഏഴയില തടിപ്പിക്കാത്ത വൈദികരും വിശ്വാസികളും ഓർത്തഡോക്സ് സഭയിലുണ്ട്. അതേറെയും പേടിച്ചിട്ടായിരിക്കില്ല, ഓർത്തഡോക്സ് വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഓർത്തഡോക്സ് വിശ്വാസം പഠിപ്പിക്കാതെ ഇങ്ങനെയുള്ളവർ വന്ന് അവരുടെ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നതാണോ നല്ലതെന്ന് ഇവരെയൊക്കെ വിളിക്കുന്നവർ ഒന്നിരുത്തി ചിന്തിക്കണം. അതുകൊണ്ട് എത്രയും വേഗം ഓർത്തഡോക്സ് സഭയ്ക്കുള്ള 2 വൈദിക സെമിനാറുകളും വിശ്വാസികൾക്ക് പിരിവ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഭാരമാവാതെ അടച്ചുപൂട്ടാൻ സഭ തീരുമാനിക്കുക. കാരണം ഇവിടെ വചനം പഠിപ്പിക്കണേൽ പോലും കത്തോലിക്ക പുരോഹിതൻ വേണ്ടിവരുന്ന അവസ്ഥയിൽ എന്തിനാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഇങ്ങനെ സെമിനാറുകൾ? പണ്ടൊന്നും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മലങ്കര സഭയുടെ പള്ളികളിലോ കൺവെൻഷനുകളിലോ ഉണ്ടായിട്ടില്ല.